പോകുന്നത് ഇതുപോലുള്ള കിടിലം പോസ്റ്റേഴ്സ് എങ്ങനെ നമുക്ക് ഒരു ഏത് ഹെൽപ്പോടുകൂടി സിമ്പിളായി ജനറേറ്റ് ചെയ്യാവുന്നതാണ്. അപ്പൊ ഇതുപോലുള്ള ആഡുകളും പോസ്റ്റേഴ്സും ഒക്കെ നമ്മുടെ സോഷ്യൽ മീഡിയയിലും ഇതുപോലുള്ള ഫ്രീ പിക്ക് പോലത്തുള്ള സൈറ്റുകളിലും ഒക്കെ ഇത് അവൈലബിളാണ്. ഇത് നമുക്ക് നമ്മുടേതായ രീതിയിൽ എങ്ങനെ എഡിറ്റ് ചെയ്ത് നമ്മുടെ കണ്ടന്റ് വെച്ച് എങ്ങനെ ജനറേറ്റ് ചെയ്യുന്നതാണ് നമ്മൾ നോക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഇപ്പൊ നമ്മൾ എക്സാമ്പിൾ പറഞ്ഞു, ഇപ്പൊ ഇതുപോലുള്ള Pinterest പോലത്തുള്ള സൈറ്റ് ഒരുപാട് ആഡ്സ് നമുക്ക് കിട്ടും. അപ്പൊ നമുക്ക് റിലവന്റ് ആയിട്ടുള്ള ഒരു ആഡ് നമ്മൾ സെലക്ട് ചെയ്യുന്നു, അതിനുശേഷം ഇതിന്റെ സ്ക്രീൻഷോട്ട് എടുക്കുന്നു. ഇതിന്റെ നമ്മളൊരു സ്ക്രീൻഷോട്ട് എടുക്കുന്നു, സേവ് ചെയ്യുന്നു. അതിനുശേഷം ജെമിനിയിലേക്ക് പോകുന്നു. ജെമിനിയിൽ പോയിട്ട് നമ്മളെടുത്ത സ്ക്രീൻഷോട്ട് ഇതിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നു. ഞാനിപ്പം ഈ സ്ക്രീൻഷോട്ട് ഇവിടെ അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം നമുക്ക് സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്രോംപ്റ്റ് കൊടുക്കാം. പ്രോംപ്റ്റ് ഇങ്ങനെയാണ്, ഗിവ് മീ എ ഡീറ്റെയിൽ. കൊടുക്കുന്ന പ്രോംപ്റ്റ് ഇതാണ്, ഗിവ് മീ എ ഡീറ്റെയിൽഡ് പ്രോംപ്റ്റ് ടു മേക്ക് പോസ്റ്റ് ലൈക്ക് ദിസ്, മേക്ക് എ റിച്ച് ഡിസ്ക്രിപ്ഷൻ. മേക്ക് റിച്ച് ഡിസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു പ്രോംപ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ പിക്ചറിനെ അതൊരു ടെസ്റ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്ത് തരും. അപ്പൊ നമുക്ക് കിട്ടുന്നതെന്ന് വെച്ചാൽ ടെസ്റ്റിന്റെ എഡിറ്റ് ചെയ്തിട്ട് നമുക്ക് വീണ്ടും ഇതിനെ കൊണ്ട് ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതേ സെയിം പോസ്റ്റർ തന്നെ ഡിസൈൻ ചെയ്യാൻ പറ്റും നമ്മുടെ കണ്ടന്റ് വെച്ചിട്ട്. അപ്പൊ നമ്മളിവിടെ കൊടുത്ത പ്രോംപ്റ്റ് മനസ്സിലായല്ലോ, ഗിവ് മീ എ ഡീറ്റെയിൽഡ് പ്രോംപ്റ്റ് ടു മേക്ക് എ പോസ്റ്റർ ലൈക്ക് ദിസ്, മേക്ക് റിച്ച് ഡിസ്ക്രിപ്ഷൻ കൊടുക്കുക. അപ്പൊ നമുക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ഡിസ്ക്രിപ്ഷൻ കിട്ടും. അതിനുശേഷം നമ്മള് ഇതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പൊ ആദ്യം ഫ്ലാഷ് എന്നായിരിക്കും കിടക്കുന്നത്, അത് തന്നെ മതി. ഇതിന് വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്കൊരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു പ്രോംപ്റ്റ് കിട്ടും. ഇപ്പൊ നമുക്ക് കണ്ടോ ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു പ്രോംപ്റ്റ് കിട്ടി. അപ്പൊ ഈ പ്രോംപ്റ്റിന്റെ അകത്ത് ഇത് ആസ്പെക്ട് റേഷ്യോ പറഞ്ഞിട്ടുണ്ട്, ഇതിന്റെ കണ്ടന്റുകളെല്ലാം ഇതിന്റെ അകത്ത് പറഞ്ഞിട്ടുണ്ട്, ബാക്ക്ഗ്രൗണ്ട് എന്താണെന്ന് ഡീറ്റെയിൽസ് എല്ലാം ക്ലിയർ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. എന്താ മെയിൻ ടൈറ്റില് ലാർജ് എങ്ങനെ വേണം എന്നുള്ളത് മോമോസ് എന്നുള്ളതാണ് ഇതിന്റെ മെയിൻ ടൈറ്റിൽ. നമ്മളിവിടെ ഈ മോമോസ് എന്ന് പറഞ്ഞ ടൈറ്റിലാണ്. അപ്പൊ ഈ മോമോസ് നമുക്ക് ചേഞ്ച് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെയാണ് ചേഞ്ച് ചെയ്ത് കൊടുക്കേണ്ടത്. പിന്നെ ഓർഡർ നൗ, ഈ ഓർഡർ നൗ എന്ന് കണ്ടോ, ഈ ഓർഡർ നൗ എന്നുള്ളത് നമുക്ക് ഇതാണ്, ഈ ഓർഡർ നൗ എന്നുള്ളതാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പൊ ഇതൊക്കെ ചേഞ്ച് ചെയ്യണമെങ്കിൽ നമുക്ക് ഇവിടെ കൊടുക്കാം. ഇവിടെ 99 only 99 എന്ന് പറഞ്ഞ് കൊടുത്തേക്കുന്നുണ്ടോ, റൈറ്റ് only. പിന്നെ 99 ഏത് ഫോണ്ട് വേണം എന്നുള്ള, ഏത് കളർ വേണം എന്നുള്ള ഡിസ്ക്രിപ്ഷൻ ആണ് കൊടുത്തേക്കുന്നത്. അതിന് ശേഷം 99 എന്ന് കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോ നമുക്ക് ചേഞ്ച് ചെയ്ത് 80 ആക്കണേ 80 ആക്കാം. അതുപോലെ ഫുൾ പ്ലേറ്റ് കണ്ടോ, നമുക്ക് ഫുൾ പ്ലേറ്റ് ഇതിന്റെ ഡിസ്ക്രിപ്ഷൻ ആണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അതിനുശേഷം ഡിലീഷ്യസ് ആൻഡ് യമ്മി ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് വേണമെങ്കിൽ മലയാളത്തിലും ആക്കിയെടുക്കാം. അതിന്റെ മലയാളത്തിലും സിമ്പിൾ, ഇതൊക്കെ നമുക്ക് റീപ്ലേസ് ചെയ്തുകൊണ്ട് മലയാളത്തിൽ ഒരു ഈ പിക്ചർ അല്ലെങ്കിൽ ഒരു പോസ്റ്റർ ഡിസൈൻ ചെയ്യണമെങ്കിൽ വളരെ സിമ്പിൾ ആണ്. അപ്പൊ ഇതിന് നമ്മൾ വേണ്ടി ചെയ്യേണ്ടത് എന്താണ്, വീണ്ടും വേറൊരു വിൻഡോ എടുക്കുക, അതിൻ്റെ അകത്ത് ഈ ജെമിനി തന്നെ ഓപ്പൺ ആക്കുക. അതിനുശേഷം നമ്മൾ പ്രീവിയസ് വിൻഡോയിൽ വന്നതിന് ശേഷം നമ്മുടെ ഈ ഡിസ്ക്രിപ്ഷൻ ഫുള്ളായിട്ട് നമ്മളങ്ങ് കോപ്പി ചെയ്യുക. ഇവിടെ ഇത്രയും ഫുള്ള് കോപ്പി ചെയ്യുക. അതിനുശേഷം ഇവിടെ വന്നിട്ട് പേസ്റ്റ് ചെയ്യുക. പേസ്റ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഇവിടെ ചേഞ്ച് ചെയ്ത് കൊടുക്കേണ്ട വേർഡ്സ് നമ്മൾ ചേഞ്ച് ചെയ്ത് കൊടുക്കുക. അപ്പൊ തന്നെ ഇവിടെ നമുക്ക് വേണ്ടത് ഈ മോമോസ് എന്നുള്ളത് നമുക്ക് മലയാളത്തിൽ കൊടുക്കാം. ഇവിടെ ഇപ്പൊ ഈ പിക്ചറിനകത്ത് ഇംഗ്ലീഷിനാണല്ലോ, നമുക്കിത് മലയാളത്തിൽ കൊടുക്കാം. അതിന് നമുക്ക് English.app എന്ന് പറഞ്ഞൊരു വെബ്സൈറ്റ് ആണ്. ഇവിടെ വന്നിട്ട് നമുക്ക് ഇംഗ്ലീഷ് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ, എക്സാമ്പിൾ തന്നെ ഇംഗ്ലീഷ് ടൈപ്പ് ചെയ്യുമ്പോൾ മോമോസ് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ മലയാളം കാണിക്കും, ഇംഗ്ലീഷും കാണിക്കും മലയാളം കാണിക്കും. മോമോസ് നമ്മൾ സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം ഇത് കോപ്പി ചെയ്യുന്നു. നമ്മുടെ ജെമിനി വന്നിട്ട് ഈ മോമോസ് മാറ്റിയിട്ട് മലയാളത്തിലുള്ള മോമോസ് കൊടുക്കുന്നു. ഓർഡർ ഇത് വേണേൽ ചേഞ്ച് ചെയ്ത് കൊടുക്കാം. അതുപോലെ ഏതാണ്ട് ഇവിടെ 99, അതായത് നമ്മൾ ഈ പിക്ചറിൻ്റെ അകത്ത് ഇവിടെ 99 എന്നുള്ള നമുക്ക് വേണേൽ 80 ആക്കി കൊടുക്കാം. എക്സാമ്പിൾ 80 ആക്കി കൊടുക്കാം. 80 ആക്കി കൊടുക്കുന്നു. ഇവിടെ ഫുൾ പ്ലേറ്റ് എന്നുള്ളത് വേണമെങ്കിൽ നമുക്ക് ഹാഫ് പ്ലേറ്റ് വേണമെങ്കിൽ ഹാഫ് പ്ലേറ്റ് ആക്കി നോക്കാം. ഹാഫ് പ്ലേറ്റ് ആക്കുന്നു. ഡിലീഷ്യസ് ആൻഡ് യമ്മി എന്നുള്ളത് മറ്റേ രുചികരവും ചൂടുള്ളതും എന്ന് വേണമെങ്കിൽ കൊടുക്കാം. ഇത് മലയാളത്തിൽ വരുന്നുണ്ടോ എന്നും കൂടെ നോക്കാൻ വേണ്ടിയിട്ടാണ്.
കൊടുത്തു. ഇനി നമുക്ക് ഇതൊന്ന് ജനറേറ്റ് ചെയ്ത് നോക്കാം. അത് ജനറേറ്റ് ചെയ്യുമ്പോൾ ഇവിടെ നമുക്ക് പ്രോംപ്റ്റ് കിട്ടാനായിട്ട് നമുക്ക് ഫ്ലാഷ് യൂസ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഇപ്പോൾ ഡീഫോൾട്ട് എടുക്കുമ്പോൾ ഫ്ലാഷ് ആയിരിക്കും ഇവിടെ കിടക്കുന്നത്. ഇത് നമ്മൾ മാറ്റിയിട്ട് എന്ത് ചെയ്യണം, ഇവിടെ പ്രോ ആക്കി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് മലയാളത്തിലുള്ള പോസ്റ്ററൊക്കെ ജനറേറ്റ് ചെയ്യാൻ പ്രോ വെർഷനിലാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഈ പ്രോ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇവിടെ പ്രോ സെലക്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം പിക്ചർ ജനറേറ്റ് ചെയ്യുക. പ്രോംപ്റ്റിന് ഫ്ലാഷ് തന്നെയാണ് ഏറ്റവും നല്ലത്. നമുക്ക് പിക്ചർ ജനറേറ്റ് ചെയ്യുമ്പോഴത്തേക്കും ഈ പ്രോ എന്ന് പറഞ്ഞത് മോഡ് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം സബ്മിറ്റ് കൊടുക്കുക. വെയിറ്റ് ചെയ്യാം. നമ്മുടെ പിക്ചർ ഇപ്പം ഇവിടെ ജനറേറ്റ് ആവുന്നുണ്ട്. ഇപ്പോൾ കൺസ്ട്രക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മളൊന്ന് ജസ്റ്റ് വെയിറ്റ് ചെയ്യാം. ഓക്കെ, നമ്മുടെ പിക്ചർ ജനറേറ്റ് ചെയ്ത് കിട്ടി. കണ്ടോ, അതിൻ്റെ അകത്ത് നമ്മൾ കൊടുത്ത മോമോസ് എന്നുള്ളത് മലയാളത്തിൽ വന്നു. അതിനുശേഷം നമ്മൾ രുചികരവും ചൂടുള്ളതെന്നുള്ളത് ബാക്കി 18 ഹാഫ് പ്ലേറ്റ് എന്ന് പറഞ്ഞു. ഇതുപോലെ നമുക്ക് ഇനിയും എഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ചേഞ്ച് ചെയ്ത് കൊടുക്കണമെങ്കിൽ നമുക്കിവിടെ ചേഞ്ച് ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കും. അതുപോലെ ഇതിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഇവിടുന്ന് ഡൗൺലോഡ് ചെയ്യാനായിട്ട് പറ്റും. കണ്ടോ, ഇവിടെ നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം. അതുപോലെ ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും ടെസ്റ്റ് ആഡ് ചെയ്യണമെങ്കിൽ നമുക്ക് ഇത് ക്ലിക്ക് ചെയ്ത് ഫുൾ മോഡ് വരുമ്പോൾ തന്നെ ഇവിടെ കണ്ടോ ടെസ്റ്റ് വേണമെങ്കിൽ നമുക്കിവിടെ സെലക്ട് ചെയ്തിട്ട് വേണമെങ്കിൽ ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ ഒരു ടെസ്റ്റ് ടൈപ്പ് ചെയ്യാനായിട്ട് പറ്റും. അതിന്റെ കളർ ഇവിടെ മാറ്റി കൊടുക്കാം. അത് വേണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ അൺഡു ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അൺഡു റീഡിന്റെ ഓപ്ഷൻ ഉണ്ട്. ഇവിടെ അൺഡു ചെയ്ത് കഴിഞ്ഞാൽ അത് പോകും. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് പെൻസിലിന്റെ സ്കെച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. നമുക്ക് എന്തെങ്കിലും വരയ്ക്കണമെങ്കിൽ വരയ്ക്കാം, അൺഡു ചെയ്യാം. നമുക്ക് ഡൗൺലോഡ് ആയിട്ടുണ്ട്. നമുക്ക് ഡൗൺലോഡ് ചെയ്ത പിക്ചർ ഒന്ന് ഓപ്പൺ ആക്കി നോക്കാം. റെഡി ആയിട്ടുണ്ട്. കണ്ടോ, നമ്മൾ ആദ്യം കൊടുത്ത പോസ്റ്റർ ഇതായിരുന്നു. അപ്പൊ അതിന് കോപ്പിറൈറ്റ് ഒന്നും ഇല്ലാത്ത രീതിയിൽ അത് നമുക്കൊരു ജനറേറ്റ് ചെയ്ത് തന്ന ഒരു പോസ്റ്ററാണിത്. കണ്ടോ, അതുപോലെ തന്നെ മോമോസ് മലയാളത്തിൽ കൊടുത്തു. മലയാളത്തിൽ നമുക്ക് അത് എങ്ങനെ ഒരു പോസ്റ്റ് ജനറേറ്റ് ചെയ്ത് കൊടുക്കാം എന്നുള്ളതാണ് നമ്മൾ ഇതിൻ്റെ അകത്ത് നോക്കുക. മലയാളം ഇതുപോലെ ഇംഗ്ലീഷ് ഏത് ലാംഗ്വേജിലും ഇതിൻ്റെ അകത്ത് നിന്ന് ജനറേറ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഇങ്ങനെ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഏത് പോസ്റ്ററും കൊടുത്തിട്ട് അത് നമ്മുടേതായ രീതിയിൽ മാറ്റിയെടുക്കാൻ ഈ ജെമിനി എന്ന് പറഞ്ഞ AI വെച്ച് സിമ്പിളായിട്ട് പറ്റും. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ പ്രോംപ്റ്റ് ജനറേറ്റ് ചെയ്യുമ്പോൾ ഫ്ലാഷ് മോഡ് മതി. ആദ്യം ഫ്ലാഷ് മോഡിലാണ് കിടക്കുന്നത്. ഇപ്പം നമുക്ക് ഡീഫോൾട്ട് ആയിട്ട് ഫ്ലാഷ് മോഡിലായിരിക്കും നിങ്ങൾ ആദ്യം എടുക്കുമ്പോൾ വരുന്നത്. അപ്പം ഈ ഇമേജ് ജനറേറ്റ് ചെയ്യുന്ന സമയത്ത് ഈ മോഡൊന്ന് മാറ്റിയിട്ട് പ്രോ മോഡിലേക്ക് ഒന്ന് കൺവേർട്ട് ചെയ്തിട്ട് വേണം ഇമേജ് ജനറേറ്റ് എങ്കിലേ കറക്റ്റ് മലയാളം ജനറേറ്റ് ചെയ്ത് വരത്തുള്ളൂ. അപ്പൊ ഇത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു സോ മച്ച്.